ആഫ്രിക്കൻ ഇന്ന് രാവിലെ കണ്ടെന്ന് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. കാരണം നല്ല ഉറക്കക്ഷീണമുണ്ട്, രണ്ടുപേരും കിടന്ന് ഉറങ്ങും. പ്രൊട്ടക്ട് ചെയ്യാം. എൻ്റെ ചേച്ചി ഇതിന് ചിക്കൻ എന്തൊക്കെയോ പറയുന്നത് എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവന്മാരത് നിധി വന്ന് മാന്തി എടുക്കുവാണോ? കുറേ കൂട്ടങ്ങളായതുകൊണ്ട് കേട്ടോ, അങ്ങോട്ടൊക്കെ ഉണ്ട്. ഹായ്, അങ്ങനെ ഞങ്ങളിപ്പോൾ അലൈൻ സൂവിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് സൂയിൽ പോകുന്നത് ഞാനും. അപ്പം നമുക്ക് ഇനി അകത്ത് കയറിയിട്ട് എന്തൊക്കെ മൃഗങ്ങളുണ്ട്, ഏതൊക്കെ മൃഗങ്ങളുണ്ട് എല്ലാം നമുക്ക് കാണാം. നേരെ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാണ്. പോകുന്ന വഴി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്കിത് കാണാം. അലൈൻ വൈൽഡ് ലൈഫ് പാർക്ക് ആൻഡ് റിസോർട്ട്. നമ്മളിപ്പോൾ അകത്തോട്ട് പോവാണ്. വരും. ഞങ്ങൾ വന്നപ്പോൾ ലേറ്റായി. 5:30 വരെ ഉള്ളൂ സൂര്യ ടൈം. ഇപ്പോൾ ഓൾറെഡി 4:15 ആയിട്ടുണ്ട്. നമ്മളതിൻ്റെ എൻട്രൻസിലോട്ട് പോവാണ്. ടിക്കറ്റ് കാണിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗസൽ എന്ന് പറയുന്ന ആനിമൽ. ഞാനും ഫസ്റ്റ് ടൈം കാണുവാണ്. കുറേ കൂട്ടങ്ങളായിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് ഒരെണ്ണത്തെ ഇവിടെ അടുത്ത് കാണാൻ പറ്റി. എൻ്റെ ചെവിയിൽ എന്തോ കേട്ടിട്ടുണ്ട്. ഞാൻ ഇല്ല പ്രാവിനെ വിളിക്കുന്ന പോലെ വിളിക്കുന്നത്, പക്ഷെ അത് വരത്തില്ല. ട്രീസ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ല. ഇതാണ് എൻ്റെ കസിൻ അലൻ ട്രീസ റോയി. ഞങ്ങൾ ട്രീസ എന്ന് വിളിക്കും. ഞാൻ നിക് നെയിം ട്രീസാപ്പി എന്ന് വിളിക്കും. ഓക്കെ. അതേപോലെ തന്നെ എൻ്റെ സിസ്റ്ററും ഉണ്ട്. എൻ്റെ സിസ്റ്ററിനെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. മിറക്കിൾ ഗാർഡൻ കണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഞങ്ങളുടെ അപ്പാപ്പനും ആൻറ്റി ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് അവർക്ക് ഇവിടെ സ്പെഷ്യൽ സർവീസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫുള്ള് അവർ വണ്ടിയിൽ കൊണ്ട് കാണിച്ചു തരും. അപ്പം ഞങ്ങൾ നടന്ന് എക്സ്പ്ലോർ ചെയ്യുവാണ്. അപ്പോൾ ഇതാണ് ഗസൽ. ഞങ്ങളുടെ സംസാരം കാരണം ഗസൽ പോയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ആനിമലിലേക്ക് നോക്കാം. നമ്മളിപ്പോൾ ചീറ്റ റൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നടന്നു ചീറ്റ ഇവിടെ റൺ ചെയ്ത് കാണാൻ വേണ്ടി. അത് വൈകിട്ട് എന്തോ ഒരു ഷോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ചീറ്റേനെ കണ്ടു. ഒരു ചീറ്റ അത് ഇവിടെ കിടന്നിപ്പോൾ നടക്കും. നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് അത് ഇവിടെ നടപ്പുണ്ട്, ഇല്ലെങ്കിൽ അത് പോയേനെ. നമുക്ക് അപ്പുറത്തെ സൈഡിൽ നോക്കാം. ജിറാഫിനെ കാണാം. നമുക്ക് ഈ നമ്മൾ കുഞ്ഞിനെ കളിയാക്കി ഹിപ്പോപ്പൊട്ടാമസ് എന്നൊക്കെ വിളിക്കുന്ന ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അപ്പോൾ ഒരു അമ്മ ഹിപ്പോപ്പൊട്ടാമസും കുഞ്ഞുമാണെന്ന് തോന്നുന്നു. ഇത് നമുക്ക് വെളിയിൽ നിന്നും കാണാം. അവരിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കും. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന മംഗൂസിനെയാണ്. അത് കിടന്ന് ഉറങ്ങുവാണ് അകത്തിപ്പം. അകത്ത് കിടന്ന് ഉറങ്ങുക. അടുത്ത് പാമ്പാണ് കാണാൻ പോകുന്നത്. ഒരെണ്ണം ഇവിടെ നല്ല നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. പിന്നെ ഒരെണ്ണം മേളിൽ ചുരുണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മേളിൽ ചുരുണ്ടുകൂടി ഒരെണ്ണിരിപ്പുണ്ട്. എനിക്ക് പേടിയില്ല. കണ്ടു, ഇത് തൊടുന്നുണ്ടോ? നേരെ തല നോക്കിക്കാൻ ഇവിടെ നല്ല സുഖിച്ച് വെള്ളത്തിൽ കിടന്ന് ഉറങ്ങും.
നമുക്കിനി ക്രൊക്കഡോയിൽ കാണാം, 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം ഇവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങും, ഒന്ന് ആ വെള്ളത്തിൻ്റെ സൈഡിലുണ്ട്. നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. നല്ല നീണ്ട് നിവർന്ന് നടക്കുന്നുണ്ടല്ലോ ഒരെണ്ണം. മീനൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ, അപ്പുറത്തെ സൈഡിലും കിടപ്പുണ്ട്. കാണാം. ആണ്ടേ തോരപ്പന്മാരൊരു തോരണ്ടുവാ. അപ്പന്മാരെന്തോ ഈ തോരണ്ടത് നിറത്തില്ല, എല്ലാ എണ്ണവും നോക്കി 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 തോരളുന്നുണ്ട്. മംഗൂസ് അവിടെ ഇവിടെ ആയിട്ട് മേളിൽ നിർത്തി അവിടെ ഇവിടെ എല്ലായിടത്തും തോരളുന്നുണ്ട് കേട്ടോ. ഓ മത്സരത്തിൽ തോരളക്കണം, 1 2 3 5 എല്ലായിടത്തും തോരളമാണല്ലോ. ഒരാള് തോരണ്ട് വയ്യ ഉറങ്ങുന്നുണ്ട്. നമുക്ക് സമയം നമ്മൾ വേഗം വേഗം കവർ ചെയ്ത് പോവാൻ നോക്കുവാണ്. ചിലതിൻ്റെ ഒക്കെ പേര് ഞങ്ങൾക്ക് സത്യം ഇത് കൊള്ളാം. തുറന്നിട്ട് അതേപടിയിട്ട് മണ്ണിട്ട് മൂടുവാന്ന് തോന്നുന്നു. ഇവന്മാരത് നിധി വന്നില്ല മാന്തി എടുക്കുവാണോ? നമ്മളടുത്ത സ്ഥലത്തോട്ട് പോകാം, നമുക്ക് സമയമില്ലാത്ത. അപ്പം നല്ല ഭംഗിയായിട്ടാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത്. ആ വരുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ്. അടുത്തതായിട്ട് കുരങ്ങൻ്റെ ഇതാണ്. ഇതിനകത്താണ് കുരങ്ങൻ. ഇവിടെ എവിടെയെങ്കിലും കുരങ്ങൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ 2 സൈഡിലും പാലമൊക്കെ കെട്ടി നല്ലതായിട്ട് ഇവർ ചെയ്തിരിക്കുന്നത്. ആരെങ്കിലും കുരങ്ങനെ കണ്ടോ? മരത്തിൻ്റെ അവിടെ പോയിരിക്കും കേട്ടോ ആശ. അതുകൊണ്ട് ആ മരത്തിന് മേളിലൊരു കുരങ്ങനുണ്ട്, ഏറ്റവും കൊമ്പത്ത് കണ്ടോ. നമ്മൾ കുറേ നടന്നിട്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാട്ടോ. അങ്ങനെ ഒരു എമുക്കുട്ടനെ 2 എമുക്കുട്ടന്മാരുണ്ട്. ഹലോ കണ്ടോ, 2 എമുക്കുട്ടന്മാരെ കാണാം. പോസ് ചെയ്യൂ വീഡിയോയ്ക്ക് പോസ് ചെയ്യൂ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വന്ന കുറേ ഫ്ലെമിംഗോ, ഒത്തിരി ഫ്ലെമിംഗോസ് ഉണ്ട്. നമ്മൾ ശബ്ദം വന്ന് നോക്കിയതാണ് കണ്ടോ. നമുക്ക് നന്നായിട്ട് ആ സൈഡിൽ പോയാൽ കാണാം. നമ്മൾ കാണിക്കാം. കുറേ ഫ്ലെമിംഗോസ് കൂട്ടായിട്ട് നിൽക്കുക. അതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തൊക്കെയോ കിളികൾ ഇപ്പുറത്തുണ്ട് കേട്ടോ. നല്ല ശബ്ദം കേട്ട് നമ്മളിവിടെ വന്നേ. നമുക്ക് നല്ലതായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട്. എൻ്റെ ഡ്രസ്സും അതിൻ്റെ ഡ്രസ്സും തമ്മിൽ മാച്ചാണ്. നല്ല ഭംഗിയുണ്ട് അതിൻ്റെ കളറ് കാണാൻ. ഇതാണ് UAE നാഷണൽ ആനിമലായ ഓറക്സ്. കുറേ ബ്രൗണും കുറേ വൈറ്റും എല്ലാ കളറോടെ ചേർന്ന്. അതിൻ്റെ കൊമ്പ് കൊണ്ട് ഭയങ്കര ഷാർപ്പ് അതിൻ്റെ എഡ്ജസ്. ഇതാണ് ഓറക്സ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ ഇവർ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇറ്റ്സ് ഡാർക്ക് സ്കിൻ പ്രൊട്ടക്ട്സ് ഇറ്റ് ഫ്രം ഹാർംഫുൾ UV റേസ്. യൂസ് ദ വ്യൂവർ ടു ഹൗ മച്ച് ഓർ ഈസ് റെഗുലേറ്റ്സ് ടെമ്പറേച്ചർ. അപ്പം ഇതിന് എന്താ
ഇതിൻ്റെ സ്കിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാംഫുൾ UV റേസിനെ പ്രൊട്ടക്ട് ചെയ്യും. എൻ്റെ ചേച്ചി ഇതിന് ചിക്കൻ എന്തൊക്കെയോ പറയുന്നത് എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിയാണ്. ഇതിന്റെ മാംസം കഴിച്ചാൽ വീട്ടിലാണ് ഉദ്ദേശിച്ചത്. ജൂ പറഞ്ഞിട്ട് കഴിക്കിനെ ORX എത്രാമത്തെ നമ്പറാണ്? ഇവിടെ ഭയങ്കര അഹങ്കാരം പിടിച്ചൊരു സാധനം മേളിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ചിമ്പാൻസ് ഇതോ മേളിരുന്ന് ഫുഡ് കഴിക്കും കേട്ടോ. താഴോട്ടൊന്നും ഇറങ്ങി വേറെ അവനങ്ങനെ മണ്ടായിരുന്നു. എല്ലാവരെയും വീക്ഷിച്ചുകൊണ്ട് ഫുഡൊക്കെ കഴിക്കുക. ആരൊക്കെ വന്നിട്ടുണ്ട് സൂവിൽ? കൊള്ളല്ലോ. റിലാക്സ് ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുക കേട്ടോ. ഞങ്ങൾ ഓടുക. ഒരു ചിമ്പാൻസേ ഉള്ളൂ. പിന്നെ കുറേ പേര് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അടുത്ത ലയനാണ്. പക്ഷെ ശോഷിച്ച 2 ലയൻ. ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ എന്തോ. ശോഷിച്ച 2 എണ്ണം അങ്ങ് അകത്തൊരെണ്ണം കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്തുവാടാ ഉറക്കം വരുന്നോ? ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്ന പോലെ അല്ലേ? ഇതാണ് ആഫ്രിക്കൻ ലയൺസ്. 2 എണ്ണവും കിടന്നുറങ്ങുവാണ്. ആഫ്രിക്കൻ ഇന്ന് രാവിലെയും കണ്ടെന്ന് കൊണ്ടുവന്നേന്ന് തോന്നുന്നു. കാരണം നല്ല ഉറക്കക്ഷീണമുണ്ട്. 2 പേരും കിടന്നുറങ്ങും. ബാടാ എണീക്കടാ. ഇവരൊക്കെയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ആൾക്കാരെ കണ്ട് മടുത്ത് കിടക്കുന്നത് കൊണ്ടാണ്. നമുക്ക് ഫേസ് ചെയ്ത് തരുന്നില്ല. അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുക. വൈറ്റ് ലൈൻ ആണ്. ഇത് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുക. നിങ്ങൾ പോകുന്നുള്ള രീതി നിൽക്കുമോ? ഉറങ്ങുന്ന സമയം ഇടിയാ. അതാ പറഞ്ഞ 5:30 എല്ലാവരും പുറത്ത് കിടന്നു. ഉറങ്ങുന്ന സമയം ഇരിക്കും. നമ്മളിപ്പം ഗൊറില്ല സാങ്ച്വറി എന്ന് പറഞ്ഞൊരിത് കാണിച്ചു. അതിനകത്ത് വന്നപ്പം നമുക്ക് അവിടെ ഒരു വൈറ്റ് മങ്കീനെ കണ്ട് കാണാമായിരുന്നു. വൈറ്റ് എന്തോ ഒരു മങ്കി, പക്ഷെ ബ്ലാക്ക് കളർ കേട്ടോ. പിന്നെ വെർവെറ്റ് മങ്കി. ഇവിടെ കുറേ വെർവെറ്റ് മങ്കികളുണ്ടായിരുന്നു. അതുകൊണ്ട് 2 എണ്ണം അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടോ? താഴെ ഇവിടെ ഫുള്ള്. ബാബാ ഹലോ 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 ഹലോ. ബാബാ പാടാ. അറേബ്യൻ സാൻഡ് കാറ്റാണ്. അവനവൻ്റെ മാളത്തിൽ പോയി കേട്ടോ. അതാണ്ട് ഇറങ്ങി വരുന്നുണ്ട്. അറേബ്യൻ സാൻഡ് കാറ്റ് ഒരെണ്ണേ ഉള്ളെന്ന് തോന്നുന്നു. കളിക്കുക. അകത്തേറും ഇറങ്ങി വരും. അതാണ്ട് ഇറങ്ങി വരുന്നത്. വളർത്തുക ഇറങ്ങി വരും. ഇറങ്ങി വരിക. 2-3 മാളം കണക്കുണ്ട്. ഇതിന് ഫുള്ള് ഉറുമ്പുണ്ട് കേട്ടോ. വേറെ ഏതോ ലോകത്ത് എന്തോ തിരയുവാന്ന് തോന്നുന്നു. എന്നിട്ട് നമുക്ക് ആമയെ കാണാം. ഇതാണ്ട് പണ്ട് പായ കണ്ടത് കാണുന്നില്ല. പക്ഷെ കണ്ട ആമയെ കാണാം. ഇത് ഇവിടെ ഉണ്ടെങ്കിൽ വന്ന്
ബാക്കി നമുക്ക് അടുത്ത അറേബ്യൻ ലെപ്പേർഡാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോവാം. അപ്പുറത്തെ സൈഡിൽ നിൽക്കുക. ഭയങ്കര പാടാണ് നിങ്ങളൊക്കെ കാണണമെങ്കിൽ. ഇതേ അവിടെ തന്നെ കറങ്ങി നടക്കുക. വന്നു. നമ്മളിനിപ്പം ബേർഡ് സാങ്ച്വറിയിലേക്ക് പോവാണ്. നമുക്ക് ഒട്ടും ടൈമില്ല, എന്നാലും നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ കാണാം. ഇവിടെ നിന്ന് കുറേ കിളികളൊക്കെ കാണാം. ഇതുകൊണ്ട് മുകളിൽ മയിലുണ്ട് കേട്ടോ. എന്തൊക്കെയോ തുറന്നിറങ്ങ, ധൈര്യമായിട്ട് തുറന്നു കയറിക്കോ. അപ്പം ഇവിടെ ഒരാളിരുന്ന് ഉറങ്ങുന്നു. കാണാൻ പറ്റും. വാവ്, നല്ലതായിട്ട് കാണാൻ പറ്റും. ഇതുണ്ടോ? വാവ്, മയില്. മയില് നമ്മുടെ നാട്ടിലെ പോലത്തെ അല്ലത്, വേറെ ടൈപ്പ് മയിലത്. നല്ല രസമുണ്ട്. അറിയത്തില്ല, പേരറിയത്തില്ല. പേരറിയാത്ത ഒത്തിരി ടൈപ്പ് കിളികളുണ്ട്. ഒന്നിനും പേരറിയത്തില്ല. ഇതും കൂടെ എടുത്തു മോളെ. വാ, തലേ തൊപ്പി വെച്ച കിളിയൊക്കെ ഉണ്ടല്ലോ. പേരുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. എന്തായാലും ഇവര് ഈ സജ്ജീകരിച്ചിരിക്കുന്ന നല്ലതായിട്ടാണ്. അടുത്ത് പോകാൻ പറ്റും. അത് നമുക്ക് ഫുള്ള് കാണാൻ വേണ്ടി മേളിൽ കൂടി ഒരു പാലം പോലെ അവർ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ട്. ഇതിന്റെ മേളി മുഴുവൻ കണ്ടോ, കൂട് വെച്ചിരിക്കാന്ന് തോന്നുന്നു. കൂടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ലതായിട്ടാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത്. കുറേ കിളികളുണ്ട്. പറന്നു വന്നുകൊണ്ട് ഈ കമ്പിലൊക്കെ വന്ന് ഇരിക്കാൻ വേണ്ടി ഇതൊക്കെ പറന്നു ഭയങ്കര സൗണ്ട് ആയിരിക്കുന്നല്ലേ. തിരിച്ചു വരുമോ ഇവിടെ തന്നെ? പിന്നെ ഇത് തുറന്നു വിട്ടേക്കുന്നതെന്ന് തോന്നുന്നു. എല്ലാം ഓപ്പൺ എയറിൽ കിടക്കുന്നത്. റെസ്റ്റിംഗ് പ്ലേസ് ഒക്കെ ഇവർ ഈ ഹട്ടിന്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഈ പോകുന്ന വഴിക്ക് എല്ലായിടത്തും ഇരിക്കാനുള്ള സൗകര്യം ഇവർ ആക്കിയിട്ടുണ്ട്. ബേർഡ്സിൻ്റെ ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയർ അവർ ബേർഡ്സിനെ തന്നെ ഫേസ് ചെയ്ത് ഇട്ട് വന്നിട്ടുണ്ട്. എല്ലായിടത്തും ഇരിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലായിടത്തും അവരാക്കിയിട്ടുണ്ട്. 5:30 കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങണം. നമുക്ക് കുറേയൊക്കെ കവർ ചെയ്യാൻ പറ്റി. ഡൈൻ വിത്ത് ലയൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബുക്ക് ചെയ്യാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ചിലപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. നീരല്ല, നീർ.
പേര് കണ്ട് ഇവിടെ നോക്കിയില്ല. എൻ്റെ ഇവിടെ പേരുണ്ടോ നോക്കി. ലെമോർ. ലെമോറാണിത്. എന്തോ ടൈൽഡാട്ടോ, എന്താണെന്ന് അവർ കാണുന്നില്ല. ആശം കണ്ടുപിടുന്ന എൻ്റെ ദേഹമൊക്കെ ക്ലീൻ ആക്കും. ഉറങ്ങാനുള്ള സമയം കുളിക്കുവാന്ന് തോന്നുന്നു. ഒരാൾ അതൊരു കറങ്ങി നടക്കുന്നു. നമ്മൾ വന്നപ്പോൾ തന്നെ ലേറ്റായി, 4:15 ആയപ്പോഴാണ് വന്നത്. അപ്പം ഓൾറെഡി നമ്മൾ കുറേയൊക്കെ കാണാൻ മാക്സിമം നിങ്ങളെ കാണാൻ ശ്രമിച്ചു. ഞങ്ങൾ കണ്ടാലും നിങ്ങളെയും കാണിച്ചു. പക്ഷേ 5:30 ലാസ്റ്റ് ടൈം. ഇപ്പോൾ 5:30 കഴിഞ്ഞു. നമുക്കിപ്പോൾ ഇവിടുന്ന് ഇറങ്ങേണ്ട സമയമായി. അപ്പം ഇനി ഒരു ദിവസം ഞങ്ങൾ നേരത്തെ വന്ന് നിങ്ങളെ എല്ലാം കാണിക്കാം. ഓൾമോസ്റ്റ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല പിന്നെ എവിടെയൊക്കെ പോകണം എന്നുള്ളത്. അപ്പം ഇനി ഒരു ദിവസം ഞങ്ങൾ നേരത്തെ വന്ന് എല്ലാം കാണിക്കാം. എല്ലാവരും ടയേർഡായി, ഫീസയും ചേച്ചിയൊക്കെ കണ്ട് ടയേർഡായിട്ട് നടക്കുവാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി ഞങ്ങൾ വേറെ എന്തെങ്കിലും ഇതുമായിട്ട് ഞങ്ങൾ പിന്നീട് വരുന്നതായിരിക്കും. കാലെല്ലാം ഉറുമ്പ് അടിച്ച് നല്ല വേദനയായിട്ടിരിക്കും. അപ്പം ഇനി ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് നല്ല വിശേഷങ്ങളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.